ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ SSC CGL 2024 പ്രോഫിറ്റ് ആൻഡ് ലോസിനെ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്താണ് ആദ്യം പറയുന്നത് നോക്കാം. സമീർ കീബോർഡ് 1260 രൂപയ്ക്ക് വിൽക്കുന്നു, 25% പ്രോഫിറ്റ്. അനദർ കീബോർഡ് 1440 വിൽക്കുന്നു, ലോസ് എന്ന് പറയുന്നത് 10%. അവൻ്റെ ടോട്ടൽ ഗെയിൻ ഓർ ലോസ് പെർസെൻറ്റേജ് ആണ് ചോദിച്ചത്. അപ്പോൾ ടോട്ടൽ ചോദിച്ച കൊണ്ട് തന്നെ ഞാനിവിടെ അലിഗേറ്റ് ചെയ്യാമെന്നാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ 1ഉം 2ഉം, ആദ്യത്തെ കേസും രണ്ടാമത്തെ കേസും. ഓക്കെ, ആദ്യം 25% പ്രോഫിറ്റിന് വിറ്റു, രണ്ടാമത്തെ 10% ലോസ്. അപ്പോൾ ലോസിനെ കാണിക്കാനായിട്ട് ഒരു നെഗറ്റീവ് സൈൻ കൊടുക്കുക, 10%. അപ്പോൾ നമുക്കറിയാം പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസിൽ അലിഗേറ്റ് ചെയ്യുമ്പോൾ കോസ്റ്റ് പ്രൈസിൻ്റെ റേഷ്യോ ആണ് കിട്ടുന്നത്. എന്തിൻ്റെ റേഷ്യോ ആണ്? കോസ്റ്റ് പ്രൈസിൻ്റെ റേഷ്യോ. ഇതെന്ന് പറയുന്നത് അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് ആണ്. അപ്പോൾ 25% എന്ന് പറയുമ്പോഴത്തേക്ക് 1/4 ആണ് ഫ്രാക്ഷൻ. അതായത് 4 രൂപയുള്ള ഒരു ഐറ്റം 1 രൂപ കൂട്ടി 5 രൂപയ്ക്ക് വിൽക്കണം. ഈ 5 രൂപയ്ക്ക് കറസ്പോണ്ടിങ് അല്ലെങ്കിൽ 5-ന് കറസ്പോണ്ടിങ് ആണ് 1260. സോ അതിൻ്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ ഇതായിരിക്കും വരുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് കേസിൽ 1440 എന്ന് പറയുമ്പോൾ ലോസ് ആണ്. 10% ലോസ്. 10% എന്ന് പറയുമ്പോൾ 1/10. ദാറ്റ് മീൻസ് 10 രൂപയുള്ള ഒരു ഐറ്റം 9 രൂപയ്ക്ക് വിറ്റു. അപ്പോൾ ഈ 9-ന് കറസ്പോണ്ടിങ് ആണ് സത്യം പറഞ്ഞ് ഈ പറയുന്ന 1440 കിടക്കുന്നത്. സോ അവിടുത്തെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ ഇത് വരും. ഇനിയിപ്പോൾ നമുക്ക് കട്ട് ചെയ്യുന്നതല്ല, ഡയറക്റ്റായിട്ട് കട്ട് ചെയ്ത് കളയുക. 144-ഉം 126 എന്ന് പറയുന്നത് 18-ൻ്റെ മൾട്ടിപ്പിളാണ്. സോ 18x8 ഇത് വരും, ഇത് 18x7 വരും. ഈ 4-ഉം ഈ 2-ഉം കൂടി കട്ട് ചെയ്ത് കളയാം, ഇവിടെ 2 എന്ന് പറഞ്ഞ് വരും. ഓക്കെ, ദെൻ നമുക്കിനി ഇപ്പോൾ നോക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇവിടെ ബാക്കിയുള്ളത് എഴുതി വെക്കാം. 7, 5, 20, 9. സോ 63 ക്രോസ് മൾട്ടിപ്ലൈ 100 ആയിരിക്കും ഫ്രാക്ഷൻ വരുന്നത്. ഇതായിരിക്കും ഫ്രാക്ഷൻ ആയിട്ട് വരുന്നത്, കോസ്റ്റ് പ്രൈസിൻ്റെ ഫ്രാക്ഷൻ. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ടോട്ടലാണ് വേണ്ടത്. ടോട്ടൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് പെർസെൻറ്റേജ്. അത് കണ്ടുപിടിക്കാനായിട്ട് 25 × 63 ചെയ്യുക. 25 × 63 ചെയ്യുക, മൈനസ് 10 × 100. ഇവിടെ 1000 എന്ന് പറഞ്ഞു കിട്ടും. അവിടെ വേണമെങ്കിൽ ഡയറക്റ്റ് ചെയ്താൽ ഡിവൈഡഡ് ബൈ ഇത് തമ്മിൽ കൂട്ടുക, 63-ഉം 100-ഉം തമ്മിൽ കൂട്ടുക, 163 എന്ന് പറഞ്ഞു വരും. 163 എന്ന് പറഞ്ഞു വരും. ഓക്കെ, ഇത് നമുക്ക് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ 25 × 63-ൻ്റെ വാല്യൂ വരുന്ന 1575. അത് 1000-ൽ നിന്ന് കുറച്ച് കഴിയുമ്പോൾ 575 എന്ന് പറഞ്ഞു വരും. 575 ഡിവൈഡഡ് ബൈ 163. ഓക്കെ, 575-ൽ 163 എന്ന് പറയുന്നത് 3 പ്രാവശ്യം പോവും. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി, 3 പ്രാവശ്യം പോവും. ബാക്കി പോയിട്ട് 86 വരും. സോ ഇതിനെ എനിക്ക് വേണമെങ്കിൽ 386/163% എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്യാം. സോ ഇതാണ് ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്.